യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി രൂപീകരിച്ച സഹായ സമിതിയിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്ന വാർത്ത വരുന്നു. പ്രാരംഭ ചർച്ചയ്ക്ക് വേണ്ട പണപ്പിരിവിനെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ തർക്കം. പ്രാരംഭ ചർച്ചയുടെ ഭാഗമായി 38 ലക്ഷം രൂപ വേണമെന്ന് ഡിസ്ട്രസ് മാനേജ്മെൻറ്റ് കളക്ടീവ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫ് 24 പറഞ്ഞു. സമിതിയുടെ തീരുമാനപ്രകാരമല്ല പണപ്പിരിവെന്നും നിലവിലെ പിരിവിന് സുതാര്യതയില്ലെന്നും അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രനും പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തുടരുകയാണ്. നമ്മൾ ലോകമെമ്പാടുമുള്ള ആളുകളെ കൂട്ടി നമുക്ക് അവരിൽ നിന്ന് ഫണ്ട് സമാഹരിക്കണമെന്ന് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി തുടങ്ങിയ കാലം മുതൽ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യ കാലങ്ങളിൽ തന്നെ ഫണ്ട് ചോദിച്ചിട്ടുമുണ്ട്, ആൾക്കാർ നമുക്ക് ഇട്ടു തന്നിട്ടുമുണ്ട്. അപ്പോൾ ചിലർ വ്യക്തിപരമായിട്ട് തരും. ഇതിനു മുമ്പ് നമ്മളൊരു പ്രാവശ്യം സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലേക്ക് DMCയിൽ ഒരു ചലഞ്ച് നടത്തി നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട്. ഗോത്ര തലവന്മാരെ 2 പേരെയും കൂടെ കൂടി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ച് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ഇനി ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന ചർച്ചയായിരിക്കാം. അപ്പോൾ അതിലേക്ക് അവിടെ വരുന്ന ലോയേഴ്സ് പിന്നെ ആരെയൊക്കെ ഈ ചർച്ചയ്ക്കകത്ത് ഉൾപ്പെടുത്തണം അതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ലോയറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ലോയറുണ്ട്. അപ്പോൾ അദ്ദേഹമായിരിക്കും ഇതിന് ചുക്കാൻ പിടിക്കുക. അപ്പോൾ ആ എക്സ്പെൻസിലേക്കാണ് ഈ പൈസ യൂസ് ചെയ്യുക. MLA ഉൾപ്പെടെയുള്ള 3 നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളുടെ ജോയിൻ്റ് അക്കൗണ്ടാണ് അക്കൗണ്ടിലേക്കാണ് ഈ പണം പിരിക്കാൻ വേണ്ടി ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതും ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ്. അവിടെ കണക്കുണ്ട്, ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കണക്കിന് വേണ്ടി എന്നുള്ളത് ആ ഒരു വാദം നിലനിൽക്കുന്നതല്ല. കുടുംബവുമായി നേരിട്ട് ചർച്ചകൾ നടത്തുക, അതിന് പ്രീ നെഗോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇന്നേ വരെ ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യത്തിനകത്തും നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അപ്പോൾ ആദ്യമായി ഇത്തരമൊരു ആവശ്യവുമായി വരുന്നു, അതൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നു. ആ സമയത്ത് ഈ സംഘടനയ്ക്കകത്ത് ഒരു കുറുമുന്നണി രൂപപ്പെടുന്നു. ആ കുറുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് ഈ സംശയാസ്പദമായ ഒരു സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ നേരത്തെ സുതാര്യമല്ലാത്ത ചരിത്രമുള്ളൊരു സംഘടനയ്ക്കകത്തേക്ക് പണം പിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സംഘടനയ്ക്കകത്ത് രൂപപ്പെടാനുണ്ടായ കാരണം. ഈ പരസ്പരം പോരടിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, യമനിലെ സനയിൽ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് നിമിഷപ്രിയ. നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഭിന്നതയിൽ മോന്തയിടിച്ച് വീണിട്ട് അവസാനം ഇവരെ മോചിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പണം പിരിക്കുന്നെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ആബ്സല്യൂട്ട്ലി സുതാര്യമായിരിക്കണം. അതിനകത്തൊന്നും വിട്ടുവീഴ്ചയില്ല. കാര്യം പണം പിരിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിലായിരിക്കണം. പണം പിരിക്കുന്നതിൻ്റെ വഴികളും സുതാര്യമായിരിക്കണം. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ ഭിന്നത ഇത്രയും രൂക്ഷമാക്കാനുള്ള കാരണം എന്താണ്? SKN ഈ 2 കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഒരു ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡിസ്ട്രസ് മാനേജ്മെൻറ്റ് കളക്ടീവ് എന്ന സംഘടനയിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി എന്ന പേരിൽ പണപ്പിരിവ് ആരംഭിച്ചത്. ഇതിനെതിരെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലെ ഒരു വിഭാഗം രംഗത്ത് വരികയായിരുന്നു. ഈ പണപ്പിരിവ് അനധികൃതമാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. ഈ ഡിസ്ട്രസ് മാനേജ്മെൻറ്റ് കളക്ടീവ് എന്ന സംഘടനയിലെ ചെയർമാൻ തന്നെയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായ ദീപ ജോസഫ്. അവർ തന്നെയാണ് ഇതിന് ആഹ്വാനം നടത്തിയത്. ഈ പണപ്പിരിവ് അനധികൃതമാണ് എന്ന ആരോപണം ഉയർന്നു. ഒപ്പം തന്നെ ഈ പണപ്പിരിവ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. പ്രാരംഭ ചർച്ചകൾ പ്രീ നെഗോസിയേഷൻ ചാർജസിന് വേണ്ടിയാണ് എന്ന പേരിലാണ് പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ ഈ ദീപ ജോസഫ് വിശദീകരിക്കുന്നത് ആര് എത്ര പണം നൽകി എന്നറിയാൻ വേണ്ടിയാണ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുമ്പോഴും DMC എന്ന സംഘടനയുടെ അക്കൗണ്ടിലേക്ക് പണം പിരിച്ചത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പ്രീ നെഗോസിയേഷൻ ചാർജ് ഉള്ളത് തന്നെയാണ് എന്നും ഇത് അംബാസിഡറിന് ഒപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ V മുരളീധരൻ കൂടാതെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് തുടങ്ങിയവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഇവരുമായെല്ലാം ആശയവിനിമയം നടത്തിയതാണ്. ഇവർക്ക് ഇക്കാര്യം ബോധ്യമുണ്ട് എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പ്രീ നെഗോസിയേഷൻ എന്ന പേരിൽ പിരിക്കുന്ന പണം എന്നുള്ളത് ഈ ഹൂതി വിഭാഗങ്ങൾക്ക് വിമത വിഭാഗത്തിന് ഈ ചർച്ചകൾക്കായി പോകുന്ന ഘട്ടത്തിൽ അവർക്ക് മെഷീൻ ഗണ്ണും ലാൻഡ് റോവർ കാറും നൽകാൻ വേണ്ടിയാണ് എന്ന പേരിലാണ് ഈ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളിൽ ആവശ്യപ്പെട്ടത് എന്നുള്ളതടക്കം ആരോപണങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നത് നിമിഷപ്രിയ അക്കൗണ്ടിലൂടെ മാത്രം പണം പിരിക്കാനാണ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെയിരിക്കെ സുതാര്യമല്ലാത്ത ഒരു ചരിത്രം ഈ DMCക്ക് നേരത്തെ
ഉണ്ട്. അത്തരത്തിലൊരു സംഘടനയിൽ പണം പിരിക്കുന്നതിനെയാണ് ഒരു വിഭാഗം എതിർക്കുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഈ പ്രീ നെഗോസിയേഷൻ ചാർജ് എന്നുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് എന്നും ഈ സംഭവം കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ഘട്ടത്തിൽ തന്നെ മറ്റ് സമാനമായ രീതി നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ആളുകളുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർക്കാർക്കും ഇത്തരത്തിലൊരു രീതി ഉള്ളതായി അറിവില്ലായിരുന്നു എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആയുധമോ അല്ലെങ്കിൽ വാഹനമോ നൽകാൻ പണം പിരിക്കാൻ കഴിയില്ല എന്നും നിമിഷപ്രിയയുടെ അക്കൗണ്ടിലൂടെ പണം പിരിക്കാൻ തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുമാണ്. എന്തായാലും ഇരുവിഭാഗവും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള നീക്കം ആ യജ്ഞം തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി.